എടച്ചിമ്മ ഇതാര് കുട്ടേട്ടനാ? സത്യം പറയാണെങ്കിലേ ഞാൻ നിന്നെ ഇങ്ങനെ ഒരു കല്യാണ പെണ്ണായിട്ട് കാണുന്ന ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. ഇതിപ്പോ ഏതൊരു WWE ചാമ്പ്യനെ പിടിച്ചിട്ട് ബ്യൂട്ടി പാർലറിൽ കയറ്റിയ പോലെ ആയിട്ടുണ്ട്. പട്ടി നീ രാവിലെ തുടങ്ങിയതാണ് ക്യാമറമാൻ ബാക്കിൽ നിന്ന് നാണിക്കീന്ന് ഉള്ള സാധനല്ലേ ചേട്ടാ എനിക്ക് വരുത്താൻ പറ്റുള്ളൂ. നാളെ ഉച്ചവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോളെ, പിന്നെ അത് കഴിഞ്ഞ നീ വല്ലോന്റെ തലയിലായില്ലേ, ഞങ്ങൾക്ക് എന്തോരം സമാധാനം ഉണ്ടാവും അറിയാം. ടെൻഷൻ ഉണ്ടോ നിനക്ക്? ടെൻഷനോ? എനിക്കോ? ചേട്ടാ ആ സീനൊക്കെ ഞാൻ പണ്ടേ പ്ലാൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നാളത്തെ ക്ലൈമാക്സ് ആയിട്ട് നോക്കിക്കോ, നീ ഉൾപ്പെടെ എന്റെ കുടുംബക്കാരി മുഴുവൻ ഞെട്ടാൻ പോണ ദിവസം. ദൈവത്തോർത്ത് നീ പുതിയ വട്ട് കേസുകളൊന്നും ചെയ്യാൻ നിൽക്കല്ലേ. പണ്ട് നീ ചെയ്തിട്ടുള്ള കുരുത്തക്കേട് ഓരോന്നും എന്നും അനക്കേടായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട്. അപ്പോഴേ ഞാൻ എന്തായാലും നാളെ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് നിന്നെ കാണാം. ഞാൻ ഇറങ്ങാം. കാണാം. ഹലോ ഹലോ ആ പറമ്മ. കുട്ട, നീ കേൾക്കുന്നുണ്ടാ? എന്റെ കുട്ട, കരയാണ്ട് കാര്യം പറമ്മ. എന്താണ് ഈ രാത്രിയിൽ വിളിക്കണേ? ആ നശൂലം പിടിച്ചവള് നമ്മളെയൊക്കെ പറ്റിച്ചിട്ട് പോയടാ. എന്ത്? ചേട്ടൻ ഇവിടെ ബോധം കെട്ട് കിടക്കണ്. ആര് ഓടിപ്പോയി? ആര് ബോധം കെട്ടു? ഇത് എന്താണ് സംഭവം? എടാ എന്റെ പൊന്നു കുട്ട കല്യാണ പെണ്ണ്, അല്ലാണ്ട് ആര്? നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വാ.